നമസ്തേ. ഭക്തോത്തമനായ പ്രഹ്ലാദനെ എല്ലാവർക്കും പരിചയമുണ്ടാവും. നരസിംഹമൂർത്തി അവതരിച്ച് ഹിരണ്യകശിപുവിനെ അനുഗ്രഹിച്ച് പ്രഹ്ലാദനെ രക്ഷിച്ച കഥയൊക്കെ പ്രസിദ്ധമാണല്ലോ. ഇത്ര ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ ഒരു അസുരപുത്രനായിട്ട് ജനിക്കാനിടയായത് എങ്ങനെയാണ്? ആ ചരിത്രം പത്മപുരാണം പരിശോധിച്ചാൽ മനസ്സിലാകും. അതൊന്ന് നമുക്ക് അനുസ്മരിക്കാം. ദ്വാരക ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ളതായ സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ കൽപ്പത്തിൽ ശിവശർമ്മൻ എന്ന ഒരു മഹാബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണന് 5 പുത്രന്മാരാണ്. അതിൽ ഇളയ പുത്രനാണ് സോമശർമ്മൻ. എല്ലാവരും ഭക്തരായിരുന്നു. മാതൃഭക്തി പിതൃഭക്തി ഒക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു. സോമശർമ്മൻ അദ്വിതീയനായിരുന്നു. പല പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ച ആളാണ്. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലല്ലോ. മാതാപിതാക്കൾക്ക് വാർദ്ധക്യം വന്നു. അവര് ശരീരം ഉപേക്ഷിച്ചു. വിഷ്ണുവാദം പൂകി. അതിനുശേഷം സോമശർമ്മൻ സാളഗ്രാമം എന്ന പ്രദേശത്ത് യോഗചര്യ ആരംഭിച്ചു. ഗണ്ഡകി നദിയുടെ തീരത്താണത്. അവിടെ കാണുന്ന കറുത്ത ശിലകളാണ് നമ്മൾ സാളഗ്രാമമായിട്ട് ഉപയോഗിക്കുന്നത്, പൂജിക്കുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കുറെ കാലം കഴിഞ്ഞപ്പോൾ, അതായത് മരണസമയം അടുത്തപ്പോൾ, സമാധി സ്വീകരിച്ചു. അങ്ങനെ സമാധിസ്ഥനായിട്ടിരിക്കുന്ന കാലത്ത് ആ ഗ്രാമത്തിൽ കുറേ അസുരന്മാർ വന്നു. ഈ അസുരന്മാരുടെ സ്വഭാവം നമുക്കറിയാലോ. ദുസ്വഭാവങ്ങൾ ഉണ്ടാവും, അട്ടഹാസം ഒക്കെ ഉണ്ടാവും. അവരുടെ അലർച്ച കേട്ട് സോമശർമ്മൻ ഭയപ്പെട്ടു. അസുരഭയത്തോടു കൂടിയിട്ടാണ് ശരീരം ഉപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് അസുരബാലനായിട്ട് അടുത്ത ജന്മം ജനിച്ചത്, അതായത് പ്രഹ്ലാദനായിട്ട് ജനിച്ചത്. നല്ല ഭക്തിയുള്ള ആളായിരുന്നുകൊണ്ട് ഭക്തനുമായി. ഓരോ കഥയിൽ നിന്നും നമ്മൾ ഓരോ തത്വങ്ങൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെയാണ് വ്യാസഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ എന്ത് സ്മരണയോടുകൂടിയാണോ മരിക്കുന്നത്, എന്ത് പ്രവൃത്തിയാണോ കഴിഞ്ഞ ജന്മത്തിൽ ധാരാളമായിട്ട് ചെയ്യുന്നത്, അത് അടുത്ത ജന്മത്തെ സ്വാധീനിക്കുന്നു. അതാണ് അസുരഭയത്തോടുകൂടി മരിച്ചതുകൊണ്ട് അസുരബാലനായിട്ട് ജനിച്ചത്. നല്ല ഭക്തനായിരുന്നുകൊണ്ട് ഭക്തനുമായി തീർന്നു. ഇത് പത്മപുരാണത്തിൽ പറയുന്നതാണ്. ഇത് ഭരതയോഗീശ്വരൻ്റെ ചരിത്രം നോക്കിയാലും കാണാം. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരു മാൻകുട്ടിയെ ചിന്തിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായി അടുത്ത ജന്മം ഒരു മാനായിട്ട് ജനിച്ചു. അപ്പോൾ നമ്മൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് ഭക്തിയോടുകൂടി മരിക്കുകയാണെങ്കിൽ ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ അവസാന കാലത്ത് ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കണമെങ്കിൽ അത് നമ്മൾ കുട്ടിക്കാലം വരെ പരിശീലിക്കേണ്ടതാണ്. പ്രായമായവർക്ക് ഇനി തുടങ്ങാം. കുട്ടികളെ അതിന് പരിശീലിപ്പിക്കുക. അങ്ങനെ ആവുമ്പോൾ അവർ ഭക്തരായിട്ട് വളർന്നു വരും. ഭാഗവതത്തിൽ പറയുന്ന പോലെ അന്തേ നാരായണ സ്മൃതി അവർക്ക് സാധിക്കും. അവർക്ക് ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും.
ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവട്ടെ. ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, മണിയടിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം.